ജയഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ നിർമ്മിച്ച മനോഹരങ്ങളായ വീടുകളുടെ നിർമ്മാണ വിശേഷങ്ങൾ പരിചയപ്പെടുത്തുന്ന ബ്യൂട്ടിഫുൾ ഹോംസ് എന്ന ഈ പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഹരങ്ങളായ രണ്ട് ഹോം ഡിസൈനുകളുടെ പ്രത്യേകതകളുമായി രണ്ട് സെഗ്മെന്റുകളായാണ് ബ്യൂട്ടിഫുൾ ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേത് കേരളത്തിൻ്റെ ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന് പ്രാധാന്യം നൽകി നിർമ്മിച്ച ഒരു വീടാണ്. ഒരു വർഷം മുമ്പ് ഹൗസ് വാമിംഗ് കഴിഞ്ഞ് താമസം ആരംഭിച്ച ഒരു വീട്. നോക്കൂ, ഇതാണ് ആ വീട്. രണ്ടാമത്തെ സെഗ്മെന്റിലാകട്ടെ ഡിസൈൻ വർക്കുകളൊക്കെ പൂർത്തിയായി ഉടൻ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന ഒരു വീടിന്റെ കാഴ്ചകളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കണ്ടംപററി പാറ്റേണിലുള്ള ഒരു ഹോം ഡിസൈൻ. നോക്കൂ, ഇതാണ് ആ ഡിസൈൻ. ഇനി നമുക്ക് ഈ രണ്ട് വീടുകളുടെയും ഡിസൈൻ ഫീച്ചേഴ്സിൻ്റെ വിശദമായ കാഴ്ചകൾ കാണാം. അതിൽ ആദ്യം മൂവാറ്റുപുഴയിൽ വാഴക്കുളത്തിനടുത്ത് നീറമ്പുഴ ഗ്രാമത്തിലെ ചെറിയൊരു കുന്നിൻ്റെ നെറുകയിൽ നിർമ്മിച്ച മനോഹരമായ ആ വീടിൻ്റെ കാഴ്ചകളാണ്. ഇതാ നോക്കൂ. കേരളത്തിൻ്റെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന മൂവാറ്റുപുഴ വാഴക്കുളത്തിനരികെ നീറമ്പുഴ ഗ്രാമത്തിലുള്ള ഭംഗിയാർന്നൊരു വീടാണിത്. റോഡ് നിരപ്പിൽ നിന്നും നന്നായി ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലോട്ടിൽ സുന്ദരമായ ലാൻഡ്സ്കേപ്പിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ഒരു വീട്. 2 നിലകളിലായി 5000-ഓളം സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലാണ് ഈ വീടിന്റെ നിർമ്മാണം. വിശാലമായ മുറ്റം, കാർപോർച്ച്, നീണ്ട മുൻവരാന്ത, പല ലെവലിലായി നിർമ്മിച്ച ചെരിഞ്ഞ മേൽക്കൂരകൾ, മേൽക്കൂരയിൽ വിന്യസിച്ച റൂഫിംഗ് ടൈൽസ് എല്ലാം ചേർന്ന് വളരെ ആകർഷകമായ ഒരു പുറം കാഴ്ചയാണ് ഈ വീടിൻ്റേത്. ട്രഡീഷണൽ സ്റ്റൈലിൽ ഇന്റീരിയർ ഫർണിഷിംഗ് ഒരുക്കിയ സുന്ദരമായ അകമുറികളാണ് ഈ വീടിൻ്റേത്. ദീർഘചതുരാകൃതിയിൽ രൂപകൽപ്പന ചെയ്ത നീണ്ട അകത്തളത്തിൻ്റെ ചുറ്റുമായാണ് ഈ വീടിൻ്റെ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നടുത്തളത്തിൻ്റെ ഒരറ്റത്ത് ഫോർമൽ ഡൈനിങ് ആണ്. അതിനപ്പുറം ഫാമിലി ലിവിംഗ് കം പ്രെയർ എന്ന് പറയാവുന്ന ഒരിടം. അതിനപ്പുറം മറ്റൊരു ഫാമിലി സിറ്റിംഗ് സ്പേസ്. ഇങ്ങനെയാണ് നടുത്തള രൂപകൽപ്പന. നടുത്തളത്തിൻ്റെ ഒരരികിലായി കിച്ചണും ഫോർമൽ കിച്ചണുമായി 2 അടുക്കളകൾ. പിന്നെ ഈ ഫോർമൽ ലിവിംഗ് സ്പേസും ഒരു കിടപ്പുമുറിയും. ഗസ്റ്റ് ബെഡ്റൂമാണിത്. നടുത്തളത്തിൻ്റെ അപ്പുറത്തെ വശത്ത് നിരനിരയായി 4 കിടപ്പുമുറികളാണ്. ഒന്നിത് മാസ്റ്റർ ബെഡ്റൂം, ഇത് രണ്ടാമത്തേത് കിഡ്സ് ബെഡ്റൂം, ഇത് മൂന്നാമത്തേത് പാരന്റ്സ് ബെഡ്റൂം, 4ാമതായി മറ്റൊരു കിടപ്പറ കൂടി. നടുത്തളത്തിൻ്റെ മറുവശത്തായി ഒരു കിടപ്പറ കൂടിയുണ്ട്, ഗസ്റ്റ് ബെഡ്റൂം.
ഡൈനിങ് സ്പേസിനരികിൽ നൽകിയ സ്റ്റെയർ കേസ് വഴി മുകളിലെത്തുമ്പോൾ ഒരു ഫാമിലി സിറ്റിംഗ് സ്പേസാണ് ആദ്യം. പിന്നെ ഹോം തിയേറ്ററായി കൺസീവ് ചെയ്തൊരുക്കിയ ഒരു മുറി കൂടി. ഇങ്ങനെ 5 കിടപ്പറകൾ അടിസ്ഥാന സൗകര്യമാക്കി രൂപകൽപ്പന ചെയ്ത ഒരു വീടാണിത്. 5000 സ്ക്വയർ ഫുട്ടിൽ ഒരു സുന്ദര ഹർമ്മ്യം. വാഴക്കുളത്തെ പ്രമുഖ പൈനാപ്പിൾ എക്സ്പോർട്ടറായ ചക്കാലക്കുന്നിൽ ജോസ് വർഗീസിൻ്റെതാണ് ഈ വീട്. എൻ്റെ തറവാട് കല്ലൂർക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരം ഉണ്ട് അങ്ങോട്ട്. ഞാൻ പൈനാപ്പിൾ ബിസിനസ് വാഴക്കുളത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോകാനും വരാനും എല്ലാ സൗകര്യം നോക്കിയാണ് അവിടെ സെൻട്രൽ ഭാഗത്തായിട്ട് നീറമ്പുഴ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഈ സ്ഥലം വാങ്ങിയത്. നല്ല ഉയർന്ന സ്ഥലത്ത് നല്ല പാടത്തിന് കരയായിട്ട് നല്ല ലുക്കുള്ള സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലം വാങ്ങിയത്. ഏകദേശം 70 സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് ഈ സ്ഥലം. റോഡ് നിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതാണ് പ്ലോട്ട്. റോഡ് നിരപ്പിൽ നിന്ന് കയറ്റം കയറി എത്തുന്നിടത്താകട്ടെ നല്ല നിരപ്പ് പ്രതലമാണ്. ആ നിരപ്പിലാണ് ഈ വീടിൻ്റെ സ്ഥാനം കണ്ടിരിക്കുന്നത്. കയറ്റം കയറി വരുന്ന ഭാഗമാകട്ടെ മനോഹരമായ ലാൻഡ്സ്കേപ്പ്ഡ് ഗാർഡനായി മാറ്റിയിരിക്കുകയാണിവിടെ. ഗാർഡന്റെ നടുവിലൂടെ ഈസി ഡ്രൈവിന് യോജിച്ച വിധം ചുരമാകൃതിയിൽ ഡ്രൈവ് വേ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെപ്പുകൾ നൽകിയുള്ള വാക്ക് വേ വേറെയും. ബഫല്ലോ ഗ്രാസ് വിരിച്ചാണ് ലോൺ ഒരുക്കിയിട്ടുള്ളത്. ലോണിന് ഭംഗി കൂട്ടാൻ ഫോക്സ് ടെയിൽ പാം ട്രീകളും വിന്യസിച്ചിട്ടുണ്ട്. റോഡ് നിരപ്പിൽ നിന്നും ഗാർഡന് നടുവിലൂടെയുള്ള ഡ്രൈവ് വേ വഴി കയറിയെത്തുമ്പോൾ വിശാലമായ ഒരു മുറ്റമാണ്. പെർമനന്റ് ടൈൽസ് വിരിച്ചൊരുക്കിയ വിശാലമായ മുറ്റം. ഡ്രൈവ് വേ നീണ്ടു ചെല്ലുന്നത് കാർപോർച്ചിലേക്കാണ്. സ്ലോപ്പിംഗ് സ്റ്റൈൽ റൂഫിംഗ് നൽകിയാണ് കാർപോർച്ച് ഒരുക്കിയിരിക്കുന്നത്. കാർപോർച്ചിന്റെ പില്ലറുകൾ ആകർഷകം. കാർപോർച്ചിനപ്പുറം വലിയ വരാന്തയാണ്. വരാന്തയിലുടനീളവുമുണ്ട് ധാരാളം പില്ലറുകൾ. ഗ്രനൈറ്റ് ഫ്ലോറിങ്ങോടുകൂടിയ വിശാലമായ വരാന്തയാണ് ഈ വീടിന്. ഈ വരാന്തയോട് ചേർന്നാണ് വീടിന്റെ പ്രധാന വാതിൽ. തേക്കിൻ തടിയിൽ തീർത്ത ഭംഗിയാർന്ന എൻട്രി ഡോർ. ഈ വാതിൽ തുറക്കുമ്പോൾ സ്പേഷ്യസും വെൽ ഫർണിഷ്ഡുമായ ഒരു ഫോമൽ ലിവിംഗ് ഏരിയയാണ്. ഭംഗിയാർന്ന സോഫ സെറ്റുകൾ കൊണ്ട് ഇരിപ്പിടങ്ങളൊരുക്കിയ ലിവിംഗ് ഏരിയ. ചുമരുകൾക്ക് നൽകിയ ടെക്സ്ചർ വർക്ക്, ഇന്റീരിയറിന്റെ പാർട്ടായുള്ള വുഡ് വർക്ക് ഒക്കെയും മനോഹരം. ഈ ഫോമൽ ലിവിംഗ് സ്പേസിൽ നിന്ന് വീടിന്റെ നടുത്തളത്തിലേക്ക് പ്രവേശിക്കാം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഡൈനിങ് ഏരിയയും അതിനരികിലായി അടുക്കളയുമാണ്. വലത്തോട്ട് തിരിഞ്ഞാൽ ഫാമിലി ലിവിംഗും പ്രയർ ഏരിയയുമൊക്കെയായ ഇടങ്ങൾ. നടുത്തളത്തിന്റെ അപ്പുറത്തെ വശം നിറയെ കിടപ്പറകൾ. അങ്ങനെയാണ് ഈ വീട്ടിലെ സൗകര്യങ്ങൾ. ഈ വീടിന്റെ തെക്ക് ഭാഗത്തും ഒരു എൻട്രി ഡോറുണ്ട്. അതുവഴി കയറി ചെന്നാൽ എത്തുന്നതും ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഡൈനിങ്ങിൽ നിന്നാണ് കിടപ്പറയിലേക്കുള്ള എൻട്രി. മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിലേക്കും ഇവിടെ നിന്നാണ് എൻട്രി ഒരുക്കിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം, കിഡ്സ് ബെഡ്റൂം എന്നിവിടങ്ങളിലേക്കുള്ള ആക്സസും ഈ ഡൈനിങ്ങിനരികിൽ നിന്നാണ്. ഡൈനിങ്ങിൽ നിന്ന് എൻട്രി നൽകി ഡബിൾ റൂം ഫെസിലിറ്റിയോടെയാണ് ഇവിടെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. വീടിന്റെ തെക്ക് കിഴക്ക് കോണിലാണ് സ്ഥാനം. സെക്കൻഡ് കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് തുറക്കുന്ന ഒരു കൗണ്ടർ കൂടി നൽകിയിട്ടുണ്ട് ഇവിടെ. മെയിൻ കിച്ചണിൽ ഫാമിലി ഡൈനിങ്ങിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സും നൽകിയിട്ടുണ്ട്. ഈ വീടിന്റെ ബാക്കി കാഴ്ചകൾ കാണാൻ നമുക്കിനി, പക്ഷെ അതിനു മുമ്പായി ചെറിയൊരു ഇടവേള. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9387686807. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9387686807.
Design your dream home with Dream Space Designers and make your home a reality. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9387686807. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9387686807. Design your dream home with Dream Space Designers and make your home a reality. വെൽക്കം ബാക്ക് ടു ബ്യൂട്ടിഫുൾ ഹോംസ്. മൂവാറ്റുപുഴ വാഴക്കുളത്തിനടുത്ത് ശ്രീ ജോസഫ് വർഗീസ് നിർമ്മിച്ച വീടിന്റെ ബാക്കി കാഴ്ചകൾ തുടർന്ന് കാണും. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. തെക്ക് പടിഞ്ഞാറായി കന്നിമൂലയിലായി ഒരുക്കിയ മുറി. സ്പേഷ്യസ് ആണ് ഈ മുറി. ടേക്ക് വുഡിൽ നിർമ്മിച്ച ധാരാളം ക്യാബിനുകൾ ഇതിൻ്റെ പ്രൗഢി കൂട്ടുന്നു. ഫാൾ സീലിംഗ് ആണ് മറ്റൊരാകർഷണം. ബാത്ത് അറ്റാച്ച്ഡ് ഫെസിലിറ്റികളുമുണ്ട്. ഈ വീട് ഒരു 2 നില വീടാണ് എങ്കിൽ കൂടി ഈ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഒറ്റ നില വീടിനോടാണ്. അതുകൊണ്ട് ബെഡ്റൂം എല്ലാം ഡിസൈൻ ചെയ്തപ്പോൾ താഴത്തെ നിലയിൽ തന്നെ ആണ് ഉദ്ദേശിച്ചത്. അതനുസരിച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. അവർക്ക് 2 പേർക്കും ഒരേ ബെഡ്റൂമും, അതുകൂടാതെ അമ്മയ്ക്ക് ഒരു ബെഡ്റൂമും, പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവർക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കുന്നതിനായി ഒരു ഗസ്റ്റ് ബെഡ്റൂമും കൂടി താഴെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തത്. ഈ വീട്ടിലെ 2ാമത്തെ കിടപ്പുമുറി ഇതാണ്. ഇളയ മകന് വേണ്ടി നിർമ്മിച്ച മുറിയായതിനാൽ കുട്ടികളെ ആകർഷിക്കും വിധമാണ് മുറി ചുമരുകളും മറ്റും ഒരുക്കിയത്. ബാത്റൂം ടൈൽസിലുമുണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന നിറപ്പകിട്ട്. ഇവിടുത്തെ 3ാമത്തെ കിടപ്പറ ഇതാണ്. പാരൻസ് ബെഡ്റൂമാണ്. ജോസഫ് വർഗീസിന്റെ മാതാവിന് വേണ്ടിയുള്ള കിടപ്പറയാണിത്. നടുത്തളത്തിൽ ഒരുക്കിയ പ്രെയർ ഏരിയയിൽ നിന്നാണ് ഈ കിടപ്പറയിലേക്കുള്ള ആക്സസ്. ഒരു ഫാമിലി സിറ്റിംഗ് ഏരിയ, പ്രെയർ ഏരിയ, ഡൈനിങ് ഏരിയ എന്നിവ തൊട്ടടുത്തുള്ളതിനാൽ പ്രായം ചെന്നവർക്കേറെ അനുഗ്രഹമാണ് ഈ കിടപ്പുമുറിയുടെ പൊസിഷൻ. നടുത്തളത്തിലെ ഈ പ്രെയർ ഏരിയയ്ക്ക് തൊട്ടപ്പുറം ഒരു ഫാമിലി സിറ്റിംഗ് സ്പേസ് കൂടിയുണ്ട്. വെൽ ഫർണിഷ്ഡ് ആണ് ഈ മുറി. വീടിൻ്റെ നടുത്തളത്തിലുള്ള മുറിയായതിനാൽ നാച്ചുറൽ ലൈറ്റ് കിട്ടാനായി മുകളിൽ ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ താഴെ നടുമുറ്റത്തിൻ്റെ ആകൃതിയിൽ പിറ്റൊരുക്കി അതിൽ പെബിൾസ് നിറച്ചിരിക്കുന്നു. അതിന് മുകളിലായി ടഫൻ ഗ്ലാസ് ഫ്ലോറിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഫാമിലി ലിവിങ്ങിൽ നിന്നും ആക്സസ് നൽകിയാണ് ഇവിടെ 4ാമത്തെ കിടപ്പറ ഒരുക്കിയത്. മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ വലിപ്പമുള്ള ഒരു മുറിയാണ് ഇതും. ഈ കിടപ്പറയാണ് ഇവിടത്തെ ഗസ്റ്റ് ബെഡ്റൂം. ഇതാണ് ആ മുറി. അതിഥികൾക്ക് യോജിച്ച ആകർഷണീയമായ സജ്ജീകരണങ്ങൾ ഈ കിടപ്പറയ്ക്കുമുണ്ട്. ഈ വീടിന്റെ സുന്ദരമായ കാഴ്ചകൾ ഇനിയുമുണ്ട്. പക്ഷേ അവ കാണുന്നതിന് മുമ്പായി ഒരു ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക്. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9387686807. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9387686807. Design your dream home with Dream Space Designers and make your home a reality. കേരളത്തിൽ എവിടെയുമുള്ള നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ സ്വപ്ന ഭവനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമായി സമീപിക്കുക ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. ഫോൺ 9387686807. നിങ്ങളുടെ സ്വന്തം വീട് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിർമ്മിക്കുവാനും അവയുടെ ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ഒരുക്കുവാനുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 9387686807. Design your dream home with Dream Space Designers and make your home a reality.
വെൽക്കം ബാക്ക് ടു ബ്യൂട്ടിഫുൾ ഹോംസ്. മൂവാറ്റുപുഴ വാഴക്കുളത്തിനടുത്ത് ശ്രീ ജോസഫ് വർഗീസ് നിർമ്മിച്ച വീടിന്റെ ബാക്കി കാഴ്ചകൾ തുടർന്ന് കാണും. കർവ് ഷേപ്പിൽ ഒരുക്കിയ കമനീയമായ ഒരു നിർമ്മിതിയാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ്. ടീക്ക് വുഡിൽ തീർത്ത ആകർഷകമായ കൈവരികളോടുകൂടിയ നിർമ്മിതി. നേരെ മുകളിലായി ലൈറ്റ് സോഴ്സായി വൃത്താകൃതിയിൽ ഒരു ഓപ്പണിംഗും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറിയെത്തുന്ന മുകൾ നിലയിൽ ഒരു ഫാമിലി സിറ്റിംഗ് സ്പേസാണ്. അവിടെ നിന്ന് എൻട്രി നൽകി ഹോം തിയേറ്ററായി ഫർണിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഒരു മുറി കൂടിയുണ്ട്. വിശാലമായ ഈ മുറിയിൽ എൽ ഷേപ്പിലാണ് ഫർണിച്ചറുകൾ ഒരുക്കിയിട്ടുള്ളത്. തേക്കിൻ തടിയിൽ മനോഹരമായി ഇന്റീരിയർ ഫർണിഷിംഗ് ഒരുക്കിയ ഒരു വീട് കൂടിയാണിത്. ഫ്രണ്ട് ഡോർ, സ്റ്റെയർ കേസ്, കിച്ചൺ ക്യാബിനറ്റുകൾ, ബെഡ്റൂം അലമാരകൾ എന്നിവയിലൊക്കെ വുഡ് വർക്കിൻ്റെ അപാര ഭംഗി നമുക്കിവിടെ ദർശിക്കാം. ട്രഡീഷണൽ സ്റ്റൈൽ പാറ്റേണിലാണ് ഇന്റീരിയർ ഫർണിഷിംഗ് ഒരുക്കിയിരിക്കുന്നത്. എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിലും ഈ വീടിന് നൽകിയിരിക്കുന്നത് ട്രഡീഷണൽ സ്റ്റൈലാണ്. കേരളത്തിൻ്റെ പാരമ്പര്യ വീടുകളെ ഓർമ്മിപ്പിക്കുന്ന ഓടുമേഞ്ഞ മേൽക്കൂരയോടുകൂടിയ വീട്. മേൽക്കൂരകൾ പക്ഷേ പല ലെവലിലായി നൽകിയതിനാൽ അവ എലിവേഷൻ്റെ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. നല്ല ലാൻഡ്സ്കേപ്പ്, നല്ല എലിവേഷൻ, അതിനൊപ്പം കമനീയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇന്റീരിയർ അറേഞ്ച്മെന്റ്സും ഈ വീടിനെ ശ്രദ്ധേയമാക്കുന്നത് അതാണ്. നിർമ്മാണം പൂർത്തിയാക്കി താമസം ആരംഭിച്ച ഒരു വീടിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഒരു ട്രഡീഷണൽ സ്റ്റൈൽ വില്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഹോം ഡിസൈനാണ്. ഒരു കണ്ടംപററി സ്റ്റൈൽ വില്ല. കാനഡയിൽ ഉദ്യോഗസ്ഥനായ നിലമ്പൂർ സ്വദേശി ശ്രീ പി സാമുവൽ കുട്ടിക്ക് വേണ്ടി കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ശ്രീ വിഷ്ണു പ്രസാദ് ഡിസൈൻ ചെയ്തതാണ് ആ വില്ല. നമ്മൾ തൊട്ടു മുമ്പ് കണ്ടതുപോലെ നിർമ്മാണം പൂർത്തിയായ ഒരു വില്ലയല്ല ഇത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന ഒരു വില്ലയാണ്. ഒരു വീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മാണം കഴിയുന്ന ഘട്ടത്തിൽ ആ വീട് എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു കൊടുക്കുന്ന 3D ഗ്രാഫിക്സ് വിദ്യ ഇന്നുണ്ട്. അതനുസരിച്ച് എക്സ്റ്റീരിയേഴ്സും ഇന്റീരിയേഴ്സിന്റെയും ഡിസൈൻ പൂർത്തിയാക്കിയ ആ വീടിന്റെ കാഴ്ചകളാണ് ഇനി ഇതാ കാണും. നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് സമീപം ഉടൻ നിർമ്മാണ ജോലികൾ ആരംഭിക്കാൻ പോകുന്ന ഒരു വില്ലയുടെ ഡിസൈനാണിത്. കാനഡയിൽ ഉദ്യോഗസ്ഥനായ പി സാംകുട്ടിക്കായി ഈ വില്ലയുടെ രൂപകൽപ്പന ഒരുക്കിയത് കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിലെ ചീഫ് ആർക്കിടെക്ട് വിഷ്ണു പ്രസാദാണ്. 2 നിലകളിലായി 6000-ഓളം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ള ഒരു വില്ലയാണ് ഇതിൻ്റെ ഡിസൈൻ. 6000-ഓളം സ്ക്വയർ ഫീറ്റ് വലിപ്പമുണ്ടെങ്കിലും 4 കിടപ്പുമുറികൾ മാത്രമുള്ളൊരു വീടാണിത്. ഫോർമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, ഡൈനിങ് ഏരിയ, കോർട്ട്യാർഡ്, കിച്ചൺ, കിടപ്പുമുറികൾ എന്നിവയൊക്കെ വളരെ സ്പേഷ്യസായി ഒരുക്കിയ ഒരു മനോഹരമായ വീട്. കേരളത്തിൽ ഇന്നുള്ള ന്യൂ ജനറേഷൻ ആർക്കിടെക്റ്റുകളിൽ ഏറെ ശ്രദ്ധേയനായ വിഷ്ണു പ്രസാദ് നവീന രീതിയിലുള്ള ഒരു കണ്ടംപററി സ്റ്റൈൽ വില്ലയായാണ് ഇതിൻ്റെ രൂപകൽപ്പന ഒരുക്കിയത്. സാമുവൽ കുട്ടിക്ക് ഒരു കണ്ടംപററി മാതൃകയിലുള്ള ഒരു മോഡേൺ വില്ല ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമീപിച്ചത്. അദ്ദേഹത്തിൻ്റെ ബേസിക് റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാർ പോർച്ച്, ഒരു നീളൻ വരാന്ത, അത് ചെന്നെത്തുന്ന ഒരു സിറ്റ് ഔട്ട്, പിന്നീട് ഒരു ഫോർമൽ ലിവിങ്, പിന്നീട് ഒരു ഫാമിലി ലിവിങ്, പിന്നെ ഡൈനിങ് സ്പേസ്, പിന്നെ പ്ലസ് കിച്ചൺ, യൂട്ടിലിറ്റി, 2 ബെഡ്റൂം,
ഇത്രയും ഗ്രൗണ്ട് ഫ്ലോറിൽ, മുകളിലായിട്ട് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ്, പിന്നെ ഒരു ബാൽക്കണി, പിന്നെ ഒരു 2 ബെഡ്റൂംസ്, ഒരു ഓപ്പൺ ടെറസ്. ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ ബേസിക് റിക്വയർമെൻറ്റ്സ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തത്. കണ്ടംപററി സ്റ്റൈൽ വില്ലകളുടെ പ്രത്യേകതയായ കോൺക്രീറ്റ് റൂഫിംഗ് തന്നെയാണ് ഈ വില്ലയുടേത്. പക്ഷേ റൂഫിങ്ങിൽ ചിലയിടങ്ങളിൽ കർവ് സ്റ്റൈൽ നൽകി ഷിംഗ്ലർ കവറേജും നൽകിയിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിലെ ഈ പുതുമയാണ് ഈ വീടിൻ്റെ പ്രധാന സവിശേഷത. കോമ്പൗണ്ട് വാളിനും ആർച്ച് ഗേറ്റിനും പോലുമുണ്ട് കണ്ടംപററി സ്റ്റൈലിൻ്റെ ചാരുത. സാമുവലൂട്ടി കാനഡയിൽ വർക്ക് ചെയ്യണോണ്ടാവാം അദ്ദേഹത്തിന് ഒരു ട്രഡീഷണൽ സ്റ്റൈൽ റൂഫിംഗ് പാറ്റേണുള്ള ഒരു ഡിസൈനോടും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിനൊരു കണ്ടംപററി രീതിയിലുള്ളൊരു എവിടെയും കാണാത്ത തരത്തിലുള്ളൊരു ഡിസൈൻ ആയിരിക്കണം എലിവേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതുമാത്രമല്ല, ഞാൻ അവിടെ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ എല്ലാം കണ്ടുവന്നത് സാധാരണ ഒരു ട്രഡീഷണൽ കേരള സ്റ്റൈൽ പാറ്റേണിലുള്ള റൂഫോട് കൂടിയ കെട്ടിടങ്ങളാണ് അവിടെ ചുറ്റിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് സാമുവലൂട്ടിയായിട്ടുള്ള ഫർദർ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു കേർവ് കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ റൂഫ് പാറ്റേൺ ഫുള്ള് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് നമ്മളൊരു തീമാറ്റിക് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് കോമ്പൗണ്ട് വോൾ മുതൽ ഗേറ്റ് മുതൽ എല്ലാം നമുക്ക് ആ കേർവ്സ് എക്സ്റ്റീരിയറിലായിക്കോട്ടെ ഇൻറ്റീരിയറിലായിക്കോട്ടെ ഈ കേർവ്സ് വെച്ചിട്ടുള്ളൊരു പ്ലേ ആണ് നടത്തിയേക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിൽ ഉപയോഗിക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഗ്ലാസും ക്ലാഡിങ് സ്റ്റോൺസും ഈ റൂഫിൻ്റെ മുകളിലായിട്ട് ഷിംഗിൾസും ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈൽ വില്ലയാണെങ്കിലും വളരെ സ്പേഷ്യസ് ആയ ഒരു കോർട്ട്യാർഡിനും ഈ വീട്ടിൽ ഇടം നൽകിയിട്ടുണ്ട്. വീടിൻ്റെ അകമുറികളിൽ നാച്ചുറൽ ലൈറ്റ് നിറയുന്ന ഒരു കോർട്ട്യാർഡ്, ഇലപ്പച്ചകളുടെ സാന്നിധ്യം കൂടി വീടിനുള്ളിൽ സൃഷ്ടിക്കാനുതകുന്ന ഒരു കോർട്ട്യാർഡ്. ഫോമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, അപ്സ്റ്റെയർ ലിവിംഗ് എന്നിങ്ങനെ ഡേ ടൈം യൂട്ടിലിറ്റി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒട്ടേറെ മുറികൾ കൂടി നൽകിയാണ് ഈ വീടിൻ്റെ ഡിസൈനിങ്. എല്ലാം വളരെയേറെ സ്പേഷ്യസ് ആയ മുറികൾ. അത്യാധുനിക രീതിയിലുള്ള ഫർണിഷിംഗ് പാറ്റേണാണ് ആർക്കിടെക്ട് വിഷ്ണുപ്രസാദ് ഇവിടെ കൺസീവ് ചെയ്തിരിക്കുന്നത്. സാമുവലൂട്ടിക്ക് ഒരുപാട് ഗസ്റ്റുകളും റിലേറ്റീവ്സും ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കാനഡയിൽ നിന്ന് വെക്കേഷനെല്ലാം ടൈമിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റുകളും റിലേറ്റീവ്സും എല്ലാം എത്ര ആൾക്കാരായിക്കോട്ടെ, അത് ഒരു 50 പേര് ഡേ ടൈമിൽ വന്നാൽ കൂടെയും അവർക്കെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കോമൺ സ്പേസസ് ഡിസൈൻ ചെയ്യേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കയറി വരുമ്പോൾ സിറ്റൗട്ടിൽ നിന്ന് നമ്മുടെ ഫോർമൽ ലിവിങ്ങിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരിക്കലും കൺജഷൻ തോന്നാത്ത വിധത്തിൽ നമ്മൾ ഡബിൾ ഹൈറ്റാണ് അവിടെ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. പ്ലസ് നമുക്ക് ഈ ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും തമ്മിൽ നമ്മൾ നോർമൽ ഒരു വാൾ പാർട്ടീഷൻ പോകുന്നതിന് പകരമായി നമ്മളൊരു ടെമ്പററി പാർട്ടീഷൻ, അതായത് വുഡും ഗ്ലാസും വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ, ആ ഒരു മാതൃകയിലാണ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്ത് വച്ചേക്കുന്നത്. പതിവിലും വിശാലമായ 4 കിടപ്പറകളാണ് ഈ വീടിനുള്ളത്. അതിലൊന്ന് ഇതാണ്, ഇത് രണ്ടാമത്തേത്, മൂന്നാമത്തേതാണ് ഇത്, ഈ കിടപ്പറ 4ാമത്തേതും. ഇതൊരു 6000 സ്ക്വയർ ഫീറ്റ് എബോവ് ഉള്ള വില്ലയാണെങ്കിൽ കൂടെയും അദ്ദേഹത്തിന് മാക്സിമം 4 ബെഡ്റൂം കൺസെപ്റ്റ് ഉള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യണമെന്ന് നമ്മൾക്ക് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ റൂംസും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തത്. എല്ലാ ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് പ്ലസ് ഡ്രസ്സിങ് യൂണിറ്റ് ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറമേ ഉള്ള എക്സ്റ്റീരിയർ ഫീച്ചർ ആയ കേർവ്സ് എന്ന് പറഞ്ഞ സെയിം കൺസെപ്റ്റ് നമ്മൾ ഇൻറ്റീരിയറിലും യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജിപ്സം പാനലായിക്കോട്ടെ, വുഡൻ വർക്ക് ആയിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ, ഇതെല്ലാം സെയിം തീമിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തത്. ഒരു വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എലിവേഷനിലും ഇൻറ്റീരിയർ അറേഞ്ച്മെൻറ്റിലും ലാൻഡ്സ്കേപ്പ് കൺസെപ്റ്റിലും അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം എന്നതിനുദാഹരണമാണ് ഈ ഹോം ഡിസൈൻ. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏതു തരത്തിലുള്ള ഒരു വീടാണ് തങ്ങൾക്ക് ലഭിക്കുകയെന്ന് നിർമ്മിക്കുന്നവർക്ക് ഇതുവഴി ആദ്യമേ മനസ്സിലാക്കാം. കൂടാതെ വീടിൻ്റെ നിർമ്മാണത്തിനൊപ്പം അതിൻ്റെ ഇൻറ്റീരിയർ ഫർണിഷിംഗ്,
ലാൻഡ്സ്കേപ്പ് എന്നിവയുടെ ബഡ്ജറ്റ് കൂടി നിശ്ചയിക്കാനും ഇതുവഴി സാധിക്കും. നാം ഇപ്പോൾ കണ്ടത് നിർമ്മാണം പൂർത്തിയായ ഒരു വീടല്ല, മറിച്ച് ആ വീട് നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ എങ്ങനെയിരിക്കും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ്. നമ്മളുടെ പാർപ്പിട നിർമ്മാണ രംഗം ടെക്നോളജിക്കലി എത്രത്തോളം അഡ്വാൻസ്ഡ് ആയി എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ 3D ഹോം ഡിസൈൻ. ഒരു വീട് നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിനെ പോലുള്ള ഒരു ബിൽഡിംഗ് കൺസൾട്ടൻസിയെ സമീപിച്ചാൽ മുൻകൂട്ടി നിങ്ങളുടെ വീടും ഇതുപോലെ 3D സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപ്പറ്റി കൂടുതൽ അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ ഇതാണ്. ബ്യൂട്ടിഫുൾ ഹോംസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ പൂർത്തിയാകുന്നു. മനോഹരങ്ങളായ വീട്ടുകാഴ്ചകളുമായി വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളുമായും അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതിനായി കാത്തിരിക്കുക.